ഇപ്പോൾ ഗൈസ് ഐ പി ഫ്ലവേരെ നമ്മളെ സെക്കൻഡ് വ്ളോഗാണ്. നമ്മൾ ടൂറ് പോയിട്ടുള്ള സെക്കൻഡ് വ്ളോഗാണ് ഗൈസ് ഇത്. അല്ലെങ്കിൽ അപ്പം നമ്മളെ ബോങ്കോ നല്ല ഉറക്കമായിട്ടുണ്ട്. നമ്മൾ ആളുകളെല്ലാം നേരത്തെ കയറി. ഞാൻ ലേറ്റായി പോയി ഗൈസ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയത് താമസിച്ചു പോയി. ബോങ്കോ നല്ല ഉറക്കമായി. അപ്പോൾ ഞാൻ ഇപ്പോഴൊന്നും വിളിക്കണ്ട, കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പം ഇവിടെ ഇനി നമ്മളൊരു ഹോസ്റ്റലിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അത് മാർവലിൻ്റെ പാക്കേജിലുള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മളിനി അവിടെ ആയിരിക്കും പോകുന്നത്. അവിടെ ആയിരിക്കും ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ സ്റ്റേ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിനി ബോങ്കോനെ വിളിക്കുള്ളൂ. അവൻ വരെ ഉറങ്ങട്ടെ. അവൻ ഇവിടെ അകത്ത് സിനിമയൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്യാബിൽ സ്പീക്കർ ഓഫ് ചെയ്തിട്ട് അവൻ കിടന്നുറങ്ങിയാണ്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പം ഇവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്ററോളം ഉണ്ട്. ബോങ്കോ നിങ്ങൾ വിചാരിച്ചിരുന്നു ബോങ്കോ ഡ്രൈവിങ് ചെയ്യൂലെന്ന്. ബോങ്കോ ഡ്രൈവിങ് ചെയ്യും, പക്ഷേ അവൻ അത്ര കൈ തെളിഞ്ഞില്ല. ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂടുതലും ഞാനാണ് എടുക്കുന്നത്. പിന്നെ നമ്മളെ വേറെ ഒരു മച്ചാനൊക്കെ ഇനി ഉണ്ട്. നമുക്ക് വേറെ മച്ചന്മാരുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഷെഡിൻ്റെ അടുത്ത് കിടക്കണ ബോങ്കോയാണ്. അതുകൊണ്ടാണ് ബോങ്കോനെ നമ്മൾ വിളിക്കുന്നത്. ബോങ്കോയുടെ അപ്പുറത്താണ് സത്യം പറഞ്ഞാൽ അവൻ്റെ അമ്മേരെയൊക്കെ വീട്. ഇത് ബോങ്കോയുടെ വീടാണ്. ബോങ്കോയുടെ വീട്ടിൽ പിന്നെ നമ്മളെ വേറെ പയ്യന്മാരൊക്കെ ഒന്ന് നിൽക്കും. ഈ കിളിയായിട്ട് പോണ അവന്മാരൊക്കെ ഒന്ന് നിൽക്കും. സോ ഗൈസ്, നമ്മൾ നല്ല കത്തിച്ച് വിടുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ അത്രയും നല്ലത്. കാരണം എനിക്കൊന്ന് കിടക്കണം. എന്നിട്ട് രാവിലെ നമ്മൾ അവിടെ നിന്ന് തിരിക്കത്തുള്ളൂ. കാരണം അതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പം ഗൈസ്, നമ്മളിതാ അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരവും കൂടി ഉള്ളു ഗൈസ്. ആ ഒരു വളവ് കഴിഞ്ഞ് കാണുന്നതാണ് അവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു കടയിലെ ആ ഒരു ഹോസ്റ്റൽ. അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് കയറാൻ. ഈ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിയാൽ മതി. ഇതാണ് ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയമാണ് ഇതിനകത്ത്. പക്ഷെ ഇതിനകത്ത് റൂമും ഉണ്ട്. ഈ ഏരിയയിൽ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് ദൂരം പോകുമ്പോഴേ ഉള്ളൂ ഗൈസ്. നമ്മളിതാ വണ്ടി ഇവിടെ കട്ട് ചെയ്ത് കയറി. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഇറങ്ങട്ടെ. ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിയിലകത്ത്. സിനിമയൊക്കെ ഓഫ് ചെയ്ത് ഗൈസ് അവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം. ബോങ്കോനെ വിളിച്ചേടാ. ബോങ്കോ എണീരടാ. ഉറങ്ങിപ്പോയി. ഇന്നലെ ടോപ്പ്ലിറ്റ് വെച്ചിട്ട് നമുക്ക് നേരെ ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ അനിയത്തിയുടെ വീട്ടിൽ പോയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അണ്ണ ഇവിടെ എത്തിയല്ലേ. ഞാൻ ഇപ്പം എണീച്ചേ ഉള്ളൂ. അണ്ണൻ പാർക്ക് ചെയ്യും. അകത്ത് പോയിട്ട് ഇവിടെ ഉറങ്ങിയാൽ നാളെ രാവിലെ മൊത്തം എനിക്ക് ഊണായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എന്തൊരു ഉറക്കോടെ നീ. ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് നിർത്താം. ഇവിടെ നിർത്തണേക്കാട്ടിയും കുറച്ച് അപ്പുറത്തോട്ട് നിർത്താം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പാർട്ടിൽ നമ്മൾ രാവിലത്തെ ഓട്ടോ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുവരെ എല്ലാ മച്ചാന്മാർക്കും ബൈ ബൈ, ടാറ്റ, സി യു. അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണമായിരിക്കും സേഫ് തോന്നുന്നു ഗൈസ്. ഈ സൈഡ് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇടാം. ഇവിടെ നല്ല കംഫർട്ടാണ്, വണ്ടി കിടന്നോളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ വണ്ടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ റൂമിൽ പോകണം. ബാക്കി എല്ലാവരും റൂമിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ റൂം ആകുമ്പോൾ നമ്മൾ നേരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓട്ടം നാളെ കൊണ്ട് അടുത്ത പാർട്ടി തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. AP ഫ്ലവർ വ്ളോഗ്സ്.